ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ടയർ കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആണ്. അപ്പോൾ ബ്രൈഡ് ടു ബിക്കൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ടയർ കേക്കാണ് ഞാനിവിടെ ഡെക്കറേഷനാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ കേക്ക് ഡെലിവറി ചെയ്യുമ്പോൾ നമ്മൾ നോർമലായിട്ട് കേക്ക് ഓട്ടോയിലൊക്കെ ഡെലിവറി ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അത് സേഫാണോ അല്ലേ എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കേക്കിൻ്റെ ഡെക്കറേഷൻ കാണാം. അപ്പോൾ ഞാനിവിടെ 2 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ താഴത്തെ കേക്ക് വന്നിട്ടുള്ള 8 ഇഞ്ചിലാണ്. ഞാൻ ആ ഒരു കേക്കിന് ഇവിടെ ഫൈനൽ കോട്ടിങ് ചെയ്തെടുക്കുകയാണ്. ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല കൂളായിട്ടുള്ള കേക്കാണ് കേട്ടത്. അപ്പോൾ ഇതിന് ഞാൻ ഒരു സ്കിൻ ടോൺ എന്ന് പറഞ്ഞിട്ടുള്ള കളറാണ് ഈ ഒരു ക്രീമിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അത് വെച്ചിട്ട് ഇതിന് നന്നായിട്ടൊന്ന് ഫൈനൽ കോട്ടിങ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ കോട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ സൈഡെല്ലാം നല്ല ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട്. പക്ഷേ മുകൾ ഭാഗം ഞാൻ ഷാർപ്പ് എഡ്ജ് ആക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ ഞാനിവിടെ 5 ഇഞ്ചിൽ ചെയ്തിട്ടുള്ള കേക്കിന് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താഴത്തെ ടയർ 8 ഇഞ്ചും മുകളിലത്തെ ടയർ 5 ഇഞ്ചുമാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന് ടോട്ടൽ 6 ലെയേഴ്സാണ് വന്നിട്ടുള്ളത് 5 ഇഞ്ചിൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്കിനെ ഞാനിവിടെ സ്റ്റാക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റാക്കിങ്ങിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡൗട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്ത് 3 സ്റ്റിക്കാണ് കൊടുത്തിട്ടുള്ളത്. കാരണം ഈ ഒരു കേക്ക് കുറച്ച് ഹൈറ്റുള്ള കേക്കാണ് കേട്ടോ, മുകളിലത്തെ ടയർ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ടോട്ടൽ 3 സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കേക്കിൽ 3 സ്റ്റിക്കൊക്കെ കൊടുത്തിട്ട് നമ്മൾ ചെയ്യുമ്പോൾ കേക്ക് ഡെലിവറി ചെയ്യുന്നത് സേഫായിട്ട് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്റ്റിക്കാണ് കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ സെൻട്രലായിട്ട് ഒരു സ്റ്റിക്ക് കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ കേക്ക് ഹൈറ്റുള്ള കേക്കും ആകുമ്പോൾ ഇതിങ്ങനെ എന്താ പറയുക ഡെലിവറി ചെയ്യുന്ന സമയത്ത് ഇളകി പോരും. അപ്പോൾ ആ ഒരു കേക്കിൻ്റെ എന്താ പറയുക ചെരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ 3 സ്റ്റിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സേഫായിട്ട് തന്നെ ഡെലിവറി ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ഫ്ലോറൽ ഡിസൈനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഈ സെയിം കളർ തന്നെ കുറച്ച് കൂടുതൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതായത് കുറച്ച് ക്രീമിലേക്ക് കൂടുതൽ കളർ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ഡാർക്ക് കളർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. സ്കിൻ ടോണാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കേക്കിന് ലൈറ്റ് സ്കിൻ ടോണും അതുപോലെ ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ള ഡാർക്ക് സ്കിൻ ടോണുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെ നമ്മൾ ഈ ഒരു ഡിസൈൻ വരാൻ വേണ്ടിയിട്ട് കുറച്ച് അപ്ലൈ ചെയ്യുക, എന്നിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് വലിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഡിസൈൻ വരും കേട്ടോ. അപ്പോൾ ഈ നൈഫ് പല സൈസിലുള്ളത് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. പല ഒരു എന്താ പറയുക ഒരു സെറ്റായിട്ടാണ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു കേക്കിന് ഫുള്ളായിട്ട് ഈ ഡിസൈനാണ് വന്നിട്ടുള്ളത്. എന്നാലും ഒരുപാട് അടുത്തല്ല, കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ആണ് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത്. താഴെ മുകളിലും സെയിം ഡിസൈൻ ഉണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫുള്ള് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിലായിട്ടുള്ള ഡെക്കറേഷൻ വന്നിട്ടുള്ളത് ഡ്രൈ ഫ്ലവേഴ്സ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഡ്രൈ ആയിട്ടുള്ള ഐറ്റംസൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. സ്റ്റെമ്മോ അതുപോലെ ഒരുപാട് ഐറ്റംസൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഒരു കേക്കിൻ്റെ സൈഡിലായിട്ട് ഡെക്കറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണത്. അപ്പോൾ ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇവിടെ ഷോപ്പിലൊന്നും ഞാൻ കണ്ടിട്ടില്ല, ഓൺലൈനിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ചെറിയ പീസുകളായിട്ട് ഈ ഒരു കേക്കിൻ്റെ 2 സൈഡിലായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് എന്താ പറയുക ഒരു റെഡ് കളറും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഭംഗിയായിരിക്കും എന്ന് തോന്നിയപ്പോൾ ഒരു റെഡ് കളറിലുള്ളതും കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ഈ ഒരു കേക്കിനോട് മാച്ചായിട്ടുള്ള ഒരു കളറിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ ഒരു ഡ്രൈ ഫ്ലവേഴ്സൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ അവരെ ലിങ്ക് താഴെ കൊടുക്കുക. ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ അവരെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ. ഇത് കേക്കിൻ്റെ 2 സൈഡിൽ മാത്രമായിട്ടേ വെച്ച് കൊടുക്കണുള്ളൂ കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിലായിട്ട് ഞാൻ കുറച്ച് ഗോൾഡൻ ലീവ്സ് വെച്ച് കൊടുക്കണുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വൈറ്റ് പേഴ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ പേഴ്സാണ് കേട്ടോ ഈ ഇതിലിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ബ്രൈഡ് ട്യൂബിൻ്റെ സ്റ്റിക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള നമ്മൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ കപ്പ് കേക്കും അതുപോലെ കേക്ക് പോപ്സും ഉണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ ഈ ഒരു കേക്ക് ഡെലിവറി ചെയ്യണത് ഞാൻ ഓട്ടോയിലാണ്. അപ്പോൾ കുറേ പേര് ഞാൻ ഈ ഒരു കേക്കിൻ്റെ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് ഇതിൻ്റെ ഡെക്കറേഷനൊന്നും ആ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അന്ന് ആ വ്ളോഗിൽ ഞാൻ ഓട്ടോയിലാണ് ഡെലിവറി ചെയ്യണതെന്ന് പറഞ്ഞപ്പോൾ കുറേ പേര് ആ വ്ളോഗിൻ്റെ അടിയിലായിട്ട് കമൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓട്ടോയിലൊക്കെ ടയർ കേക്ക് കൊടുക്കുമ്പോൾ കേടുവരൂലേ, അത് കസ്റ്റമറുടെ അടുത്ത് എത്തുമ്പോൾ കേടുവരൂലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരിക്കലും ഇല്ല കേട്ടോ. ഇത് ഞാൻ കൊടുത്തു വിട്ടതിൻ്റെ ശേഷം കസ്റ്റമർ അയച്ചു തന്നിട്ടുള്ള പിക്കാണ്. ഈ ഒരു കേക്ക് നല്ല സേഫായിട്ട് തന്നെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 3 സ്റ്റിക്കാണ് കേക്കിൻ്റെ അകത്തായിട്ട് കൊടുത്തിട്ടുള്ളത്. ഒരിക്കലും കേക്ക് ഇളകി പോകാൻ ചാൻസ് ഇല്ല. പിന്നെ നമ്മൾ ഓട്ടോയിൽ കേക്ക് കൊടുത്തു വിടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇപ്പോൾ ഓട്ടോയിൽ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും 2 ടൈപ്പിലുള്ള സീറ്റാണ് ഉണ്ടാവുക. ഒന്ന് കറക്റ്റ് ലെവലിലുള്ള സീറ്റായിരിക്കും. പിന്നെ ചില ഓട്ടോയിൽ കണ്ടിട്ടുണ്ട് ചെറുതായിട്ടൊരു സ്ലോപ്പുള്ള സീറ്റ്. അപ്പോൾ ഈ സ്ലോപ്പുള്ള സീറ്റിൽ വെച്ച് കഴിഞ്ഞാൽ കേക്ക് ചെരിയും. അതുപോലെ തന്നെ ടയർ കേക്ക് ആണെന്നുണ്ടെങ്കിൽ എന്തായാലും സ്ലിപ്പായി ടയറൊക്കെ ആകെ പണിയായി തരും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്തായാലും കേക്ക് കേടുവരും. എന്നാലും കറക്റ്റ് ലെവലിലുള്ള സീറ്റാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും കേക്ക് കേടുവരില്ല കേട്ടോ. അങ്ങനെ കറക്റ്റ് ലെവലിലല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കേക്കിൻ്റെ താഴെ വെച്ച് കൊടുക്കുക കേട്ടോ. അതായത് സീറ്റിൻ്റെ താഴെ ആയിട്ട് വെച്ച് കൊടുക്കുക കേക്കിനെ. അപ്പോൾ ഒരു കേടുമില്ലാതെ അവിടെ എത്തും. അപ്പോൾ ഈ ഒരു ഡൗട്ട് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ ഡെലിവറി ചെയ്യണ ആ ഒരു വീഡിയോ കാണുമ്പോൾ എല്ലാവരും ചോദിക്കണ ഒരു കാര്യമായിരുന്നു കേട്ടോ, സേഫ് ആണോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഒരിക്കലും ടെൻഷൻ ഇല്ലാതെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഓട്ടോയിലാവുമ്പോൾ ഞാൻ അങ്ങനെ കൊടുത്ത് വിട്ടിട്ടുണ്ട്. ഒരുപാട് കേക്ക് അങ്ങനെ കൊടുത്ത് വിട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാം സേഫായിട്ട് തന്നെ അവിടെ എത്തിയിട്ടുള്ളൂ. അപ്പോൾ പിന്നെ അതുപോലെ നമ്മൾ ഓട്ടോയിലൊക്കെ കൊടുക്കുമ്പോൾ ആ ഒരു ഓട്ടോ ചാർജ് എത്രയാണോ വരുന്നത് അത് കസ്റ്റമറുടെ അടുത്ത് നിന്ന് വാങ്ങിക്കുക. ഒരിക്കലും നമ്മൾ നഷ്ടത്തിൽ ഓട്ടോയിലൊന്നും ലോങ്ങിലേക്കൊന്നും കൊടുത്തു വിടരുത്. അതിന് വരുന്ന ചാർജ് നമ്മൾ അവരുടെ അടുത്ത് നിന്ന് വാങ്ങിക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അതുപോലെ തന്നെ ഡെക്കറേഷനൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്